കൊടൈക്കനാൽ ദുരന്തത്തിൽ പൊലിഞ്ഞ 18 ജീവനുകൾക്ക് കുറവിലങ്ങാടിന്റെ കണ്ണീരാഞ്ജലി. ദുരന്തത്തിന്റെ 50-ാം വാർഷികം ഹൃദയപൂർവ്വം എന്ന പേരിൽ ആചരിച്ചു. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൺ തീർത്ഥാടന ദേവാലയം ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡോക്ടർ തോമസ് മേനാച്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ച വിശുദ്ധ കുർബാനയും മരിച്ചവർക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. തുടർന്ന് അനുസ്മരണ സമ്മേളനവും ചേർന്നു. അനുസ്മരണ സമ്മേളനത്തിൽ രൂപതാധ്യക്ഷന്മാർ ജോസഫ് ക്ലറിങ്ങാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി. ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡോക്ടർ തോമസ് മേനാച്ചേരി, മോൻസ് ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ, പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശശികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സൺഡേ സ്കൂള് നമ്മുടെ ഇടവകയുടെ ആത്മാവാണ്. എല്ലാ അച്ഛന്മാരും ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നോക്കുന്ന കാര്യമാണ് വിശ്വാസ പരിശീലനം. ആർച്ച് പ്രീസ്റ്റ് 6-7 വർഷങ്ങൾ രൂപതയുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ചുമതലക്കാരനായിട്ട് രൂപതാ കേന്ദ്രത്തിൽ പ്രവർത്തിച്ച ആളും കൂടിയാണ്. അങ്ങനെ നമുക്ക് വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ, സഭയുടെ ഹൃദയത്തിലുള്ള കാര്യമാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസ പരിശീലന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകർ ഈ ഇടവകയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് യാത്രയായിട്ട് 7 ദിവസം മടങ്ങി വരുന്ന അവസരത്തിൽ സംഭവിച്ച യാത്രാ സംഘത്തിന് ഡംഡം പാറ എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച അപകടത്തിൻ്റെ സ്മരണ ഒരിക്കലും ഇവിടെ ആരുടെയും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഇവിടെ തയ്യാറാക്കിയ ഡോക്യുമെൻ്ററിയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പുതിയ തലമുറയ്ക്കും ഈ കാലഘട്ടത്തിലുമൊക്കെ മനസ്സിലാക്കുവാനും എല്ലാവർക്കും അതിൽ ഓർമ്മ പുതുക്കലിന് അവസരമാകുവാനും ഇടയാക്കി എന്നുള്ളതും പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വിശ്വാസ പരിശീലനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം ഒരു ഭാഗമാണ് തീർത്ഥയാത്രകളും ജീവിതയാത്രയുമെല്ലാം. അവിടെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ ഓരോ സന്ദർഭങ്ങളിലും കടന്നു വരുന്ന എല്ലാ വശങ്ങളെയും മനുഷ്യ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അതെല്ലാം ദൈവോന്മുഖമായി ചിന്തിക്കുവാനും ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുവാനുമുള്ള നിലപാടുകളാണ് വിശ്വാസ തീഷ്ണതയിൽ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മളെന്നും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊടൈക്കനാൽ ബസ് അപകടത്തെയും ഈ നിലയിൽ മാത്രമേ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുകയുള്ളൂ. ദുരന്തത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന സ്മരണികയുടെ പ്രകാശനം, പ്രത്യേക ഡോക്യുമെന്ററി പ്രദർശനം, സ്കോളർഷിപ്പ് പ്രഖ്യാപനം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. ജനറൽ കൺവീനർ KJ ജോൺ കരാമ്പേലിൽ, പ്രസിഡന്റ് MD ദേവസ്യ, സെക്രട്ടറി ജോസ് കൊച്ചുപുരയ്ക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുറവിലങ്ങാട് ദേവാലയത്തിലെ സൺഡേ സ്കൂൾ അധ്യാപകരും വൈദികരും അടങ്ങുന്ന സംഘമായിരുന്നു 1976 മെയ് 8 അപകടത്തിൽപ്പെട്ടത്. തമിഴ്നാട്ടിലെ ഡംഡംപാറ ഭാഗത്ത് വെച്ച് നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ പാറയിൽ ഇടിച്ച ശേഷം 600 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. 45 പേരുടെ സംഘത്തിലെ 2 വൈദികരും 16 സൺഡേ സ്കൂൾ അധ്യാപകരുമടക്കം 18 പേരാണ് മരണപ്പെട്ടത്.